100 കയ്യിലുള്ളവനെ 1000-നാ കണ്ണ്. 1000 കിട്ടുമ്പം 10000 വേണമെന്നാവും. മനുഷ്യൻ ആർത്തി തീരില്ലല്ലോ. അല്ലെങ്കിൽ അയാൾ ഈ ഭാഗ്യപരീക്ഷണത്തിന് ദിവസം 100 രൂപ മുടക്കുമോ? ഇങ്ങനെയുള്ള കിർക്കന്മാരുണ്ടെങ്കിലല്ലേ അതിൻ്റെ ടിക്കറ്റ് ചിലവാകൂ. അത് ഓർമ്മ വേണം. കിർക്കന്മാരെന്ന് പറയരുത്. ഞാനിവിടക്കൊക്കെ ടിക്കറ്റ് വാങ്ങാറില്ലേ. നീയൊക്കെ ആഴ്ചയിൽ 1-2 ഉള്ളൂ. ഇത് സ്ഥിരം കുറ്റിയ. ഉള്ളത് പറയാലോ, നിങ്ങൾക്കൊക്കെ ഓരോ ടിക്കറ്റ് മുറിക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തെ വിളിക്കാറുണ്ട്. ഇയാൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് തോന്നാറില്ല. ഒരു കോടീശ്വരന് കാശ് വീഴാൻ ഞാൻ പ്രാർത്ഥിക്കേണ്ടതില്ലല്ലോ. ഞാൻ ടൗണിലേക്കാണ് പോകുന്നത്. ആ വഴിക്കാണ് കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അതിപ്പോ എന്താ, അതുവഴിക്കല്ലേ? അതെ, പക്ഷേ ഞാൻ കയറിക്കോളൂ. ടിക്കറ്റെല്ലാം തീർന്നോ? ഇല്ല, കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ദിവസവും കാണുന്നവരാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി. പേര് ഞാൻ ചോദിച്ചില്ല. പ്രഭാകരൻ. എവിടെയാ പ്രഭാകരൻ ഇറങ്ങേണ്ടത്? ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. വലിയ ഉപകാരമായി സാറേ. സാറേ, ഞാൻ ഇന്നലെ സാറിനെ കണ്ടിരുന്നു. ആ കടയുടെ മുമ്പിലൂടെ 2 കുട്ടികളുമായി. അതാരാ, മക്കളാണോ? പ്രഭാകരന് കുറച്ച് സമയം ചെലവഴിക്കാമോ എൻ്റെ കൂടെ? എനിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല സാറേ. എന്നാ ഡോറടയ്ക്കൂ. ഓ. വരൂ, ഇരിക്കൂ. ചായ. സാറിൻ്റെ മക്കൾ? സാറിനും ചേച്ചിക്കും കുട്ടികളെന്ന് വെച്ചാൽ ജീവനാണ്. എവിടെ നോക്കിയാലും കുട്ടികളുടെ ഫോട്ടോ കാണും. ദൈവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തില്ല. വിധി, അല്ലാതെ എന്ത് പറയാനാ. പക്ഷേ ഈ വീട് നിറയെ കുട്ടികളാ. വരൂ. ഓ, കയറി വരൂ. ഇവരൊക്കെ എൻ്റെ മക്കളാ. ഇവരിൽ ആരെയാ ഇയാൾ കണ്ടത്? ഇന്നത്തെ ലോട്ടറി എവിടെയാ? നിങ്ങൾക്കുള്ള എല്ലാ ലോട്ടറി ടിക്കറ്റും തരുന്നത് ഈ മാമനാ. കയ്യിലുള്ളവനെ
1000-നാ കണ്ണ്. മനുഷ്യൻ ആർത്തി തീരില്ലല്ലോ. ഒരു കോടീശ്വരന് കാശ് വീഴാൻ ഞാൻ പ്രാർത്ഥിക്കേണ്ടതില്ലല്ലോ. എൻ്റെ വൈകല്യം എന്താണെന്ന് ഞാനിന്ന് തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ വീട് എവിടെയാണ് എന്ന്.